ഇതാണ് ബീം അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ബീംസ് പോകണ കാണാം. വേർട്ടിക്കൽ വരുന്ന ലോഡ്സാണ് കോളംസ് എടുക്കാറ്. അത് ബീമിലേക്ക് വരുമ്പോൾ ബീം എന്താണ് എടുക്കല്? ഹൊറിസോണ്ടലി പോകുന്ന ലോഡ്സാണ് ബീം എടുക്കൽ. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. ഇപ്പം ഇതാണ് ബീം അല്ലേ? നമ്മൾ ബീംസിൽ നമ്മളെ IS കോഡ് പ്രകാരം ബീംസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യമാണ് ഒരു സ്ട്രക്ചറൽ ബീം മിനിമം 200 mm വിഡ്ത്ത് വേണം. ഓക്കെ, ഡെപ്ത് എത്രയെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഡ്രോയിങ്സിൽ എന്ത് ചെയ്യും, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ ഡെപ്ത് എത്ര കീപ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ വിഡ്ത്ത് മിനിമം 200 mm കീപ്പ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം 12 mm ബാർസ് ഇതിൽ യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഉള്ളത് 25 mm ആണ്. ഓക്കെ, 25 mm 2 ബാർസാണ് പ്രൊവൈഡ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം, ഒരു ബീമിൻ്റെ ക്ലിയർ കവർ എന്ന് പറയുന്നത് 25 mm ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 25 mm ക്ലിയർ കവർ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബീമിൻ്റെ ടോപ്പിൽ നിർബന്ധമായിട്ടും 2 ബാർസ് വേണം. കണ്ടോ, ഈ നിൽക്കുന്ന 2 ബാർസ് ഉണ്ടല്ലോ, അങ്ങനെ 2 ബാർസ് വേണം. അതെന്തിനാ? ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഷിയർ ഫോഴ്സിനെ ആരാ റെസിസ്റ്റ് ചെയ്യണത്? ഇതെന്താ സാധനം? സ്റ്റിറപ്പില്ലേ? സ്റ്റിറപ്പാണ് ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ സ്റ്റിറപ്പ് ഇടണമെങ്കിൽ എന്ത് വേണം? 2 ബാർ മിനിമം വേണം. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, ബീം M20 ഗ്രേഡിൻ്റെ അടിയിലേക്ക് ഒരിക്കലും കാസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇവിടെ ബീമും സ്ലാബും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടാണോ കാസ്റ്റ് ചെയ്തത്? അല്ല, ഒറ്റൊന്നായിട്ടാണ് കാസ്റ്റ് ചെയ്തത് അല്ലേ? നേരത്തെ കോളത്തേക്ക് വന്നപ്പം കോൺക്രീറ്റിൻ്റെ എത്ര % സ്റ്റീൽ വേണമെന്നാണ് പറഞ്ഞിനി? 0.8%. അത് ബീമിലേക്ക് വരുമ്പം മിനിമം 2% എന്ന് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒരു 2% നമ്മൾ ഇതിലെന്ത് ചെയ്യണം? സ്റ്റീൽ കീപ്പ് ചെയ്യണം. ഓക്കെ, മാക്സിമം 4%. Well Fabs Academy. Learn, build, achieve.